നേരത്തെ നമ്മൾ ചെയ്തിരുന്ന ഒരു കാര്യം ഇപ്പോൾ നമ്മൾ ചെയ്യുന്നില്ല. നേരത്തെ നിലവിലുണ്ടായിരുന്ന ഒരു സിറ്റുവേഷൻ, ഒരു സാഹചര്യം അതിപ്പോൾ നിലവിലില്ല. ഇതെല്ലാം പറയാനായി നമുക്ക് ഉപയോഗിക്കാവുന്ന ടൈം എക്സ്പ്രഷൻസ് ആണ് എനി ലോങ്ങർ, നോ ലോങ്ങർ, എനി മോർ എന്നിവ. പലരും ഇത് തെറ്റായി ഉപയോഗിക്കാറുണ്ട്. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഈ ടൈം എക്സ്പ്രഷൻസ് എങ്ങനെ ശരിയായി ഉപയോഗിക്കാം, ഇത്, സ്റ്റിൽ, നൗ, ജസ്റ്റ് അതുപോലുള്ള മറ്റു പ്രയോഗങ്ങളിൽ നിന്ന് എങ്ങനെ ഡിഫറെൻ്റ് ആണ്, അതെല്ലാമാണ് നോക്കുന്നത്. ലെസൺ തുടങ്ങുന്നതിന് മുമ്പ് മറ്റൊരു കാര്യം കൂടി പറയാനുണ്ട്. നമ്മളിപ്പോൾ ഗൂഗിൾ മീറ്റ് വഴി ഓൺലൈൻ ഇംഗ്ലീഷ് കോഴ്സസ് ചെയ്യുന്നുണ്ട്. താല്പര്യമുള്ളവർക്ക് കോഴ്സുകളെ കുറിച്ച് അറിയുന്നതിന് വേണ്ടിയും ഒരു ഡെമോ ക്ലാസ് വേണമെങ്കിൽ ബുക്ക് ചെയ്യുന്നതിന് വേണ്ടിയും ഈ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് നമ്മുടെ ലെസൺ സ്റ്റാർട്ട് ചെയ്യാം. ഞങ്ങൾ നല്ല സുഹൃത്തുക്കളായിരുന്നു, ഇപ്പോൾ അല്ല. നേരത്തെ ആയിരുന്നു, ഇപ്പോൾ അല്ല, അതാണ് പറയേണ്ടത്. നമുക്കിത് രണ്ട് രീതിയിൽ പറയാം. നേരത്തെ ഒരു സിറ്റുവേഷൻ നിലവിലുണ്ടായിരുന്നു, അല്ലെങ്കിൽ നമ്മൾ പതിവായി ഒരു കാര്യം ചെയ്തിരുന്നു എന്നെല്ലാം പറയാൻ നമുക്ക് യൂസ് ടു ഉപയോഗിക്കാം. ഞങ്ങൾ നല്ല സുഹൃത്തുക്കളായിരുന്നു എന്ന് നമുക്ക് ഇങ്ങനെ പറയാം: വി യൂസ് ടു ബി ഗുഡ് ഫ്രണ്ട്സ്. അതിൻ്റെ തന്നെ അർത്ഥം ഞങ്ങളിപ്പോൾ നല്ല സുഹൃത്തുക്കളല്ല എന്നാണ്. നേരത്തെ ആയിരുന്നു, പക്ഷെ ആ സാഹചര്യം മാറിയിരിക്കുന്നു. ഇനി ഇപ്പോൾ അല്ല എന്നതിന് നമുക്ക് വി ആർ നോട്ട് ഗുഡ് ഫ്രണ്ട്സ് നൗ എന്ന് പറയാം. അതിനർത്ഥം ഇപ്പോഴല്ല എന്നാണ്. പക്ഷെ ആ സെന്റൻസിന് നേരത്തെ നമ്മൾ നല്ല സുഹൃത്തുക്കളായിരുന്നു എന്നർത്ഥമില്ല. ആ ഒരു മീനിങ് കൂടി കിട്ടണമെങ്കിൽ നമുക്കിത് ഇങ്ങനെ പറഞ്ഞാൽ മതി: വി ആർ നോ ലോങ്ങർ ഗുഡ് ഫ്രണ്ട്സ്. വി യൂസ് ടു ബി ഗുഡ് ഫ്രണ്ട്സ്. ഈ സെന്റൻസിന് അർത്ഥം നേരത്തെ ഞങ്ങൾ നല്ല സുഹൃത്തുക്കളായിരുന്നു എന്നാണ്. യൂസ് ടു നമ്മൾ ഉപയോഗിക്കുന്നത് നിലവിലില്ലാത്ത പണ്ടുണ്ടായിരുന്ന ഒരു സാഹചര്യത്തിനെ കുറിച്ച് പറയാൻ, അല്ലെങ്കിൽ നേരത്തെ ചെയ്തിരുന്ന കാര്യങ്ങളെ കുറിച്ച് പറയാനാണ്. അപ്പൊ ഈ സെന്റൻസിൽ നിന്ന് തന്നെ നമുക്ക് വ്യക്തമാണ് ഇപ്പൊ നമ്മൾ നല്ല സുഹൃത്തുക്കളല്ല എന്ന്. ഇനി നമുക്ക് അത് ആദ്യം പറയണമെങ്കിൽ, അതായത് നമ്മളിപ്പോൾ നല്ല സുഹൃത്തുക്കളല്ല എന്ന് ഒന്നുകൂടി വ്യക്തമായി പറയണമെങ്കിൽ അതിന് നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് നോ ലോങ്ങർ, എനി ലോങ്ങർ, എനി മോർ പോലുള്ള എക്സ്പ്രഷൻസ്. നമുക്കിത് ഇങ്ങനെ പറയാം: വി ആർ ഇൻ ഗുഡ് ഫ്രണ്ട്സ് എനി ലോങ്ങർ, അല്ലെങ്കിൽ എനി മോർ. വി യൂസ് ടു ബി ഗുഡ് ഫ്രണ്ട്സ്. ആ സെന്റൻസിന് അർത്ഥം ഞങ്ങൾ നേരത്തെ നല്ല സുഹൃത്തുക്കളായിരുന്നു എന്നാണ്. വി ആർ ഇൻ ഗുഡ് ഫ്രണ്ട്സ് എനി ലോങ്ങർ എന്ന് പറയുമ്പോൾ നേരത്തെ ആയിരുന്നു, ഇപ്പോൾ അല്ല എന്നാണ് അർത്ഥം. ഇവിടെ ആദ്യത്തെ സെന്റൻസ് മാത്രം പറഞ്ഞാലും അതിനർത്ഥം നേരത്തെ ആയിരുന്നു, ഇപ്പോൾ അല്ല എന്നാണ്. രണ്ടാമത്തെ സെന്റൻസ് മാത്രം പറഞ്ഞാലും അതിനർത്ഥം നേരത്തെ നല്ല സുഹൃത്തുക്കളായിരുന്നു, ഇപ്പോൾ അല്ല എന്നാണ്. രണ്ട് സെന്റൻസും കൂടി ഇവിടെ ഉപയോഗിക്കേണ്ട ആവശ്യമില്ല, വേണമെങ്കിൽ അങ്ങനെയും ചെയ്യാം. വി ആർ ഇൻ ഗുഡ് ഫ്രണ്ട്സ് എനി ലോങ്ങർ എന്ന് പറയുമ്പോൾ, അല്ലെങ്കിൽ വി ആർ ഇൻ ഗുഡ് ഫ്രണ്ട്സ് എനി മോർ എന്ന് പറയുമ്പോൾ അതിനർത്ഥം നേരത്തെ സുഹൃത്തുക്കളായിരുന്നു, നല്ല സുഹൃത്തുക്കളായിരുന്നു, ഇപ്പോൾ അല്ല എന്ന് തന്നെയാണ്. ഇത് തന്നെ യൂസ് ടു ഉപയോഗിച്ച് പറയുമ്പോൾ നമുക്ക് വി യൂസ് ടു ബി ഗുഡ് ഫ്രണ്ട്സ് എന്ന് പറയാം. അവൾ നേരത്തെ ഇവിടെ ജോലി ചെയ്തിരുന്നു, ഇപ്പൊ ഇവിടെ ജോലി ചെയ്യുന്നില്ല, അതാണ് പറയേണ്ടത്. അപ്പൊ നേരത്തെ ജോലി ചെയ്തിരുന്നു എന്ന് പറയാൻ നമുക്ക് ഷീ യൂസ് ടു വർക്ക് ഹിയർ എന്ന് പറഞ്ഞാൽ മതി. ഷീ യൂസ് ടു വർക്ക് ഹിയർ. ഇപ്പോൾ ഇവിടെ ചെയ്യുന്നില്ല എന്ന് പറയുന്നതിനോ, അതിന് നമുക്ക് ഷീ ഡസൻ വർക്ക് ഹിയർ എനി ലോങ്ങർ എന്ന് പറയാം. ഷീ ഡസൻ വർക്ക് ഹിയർ എനി ലോങ്ങർ. എനി ലോങ്ങറിന് പകരം നമുക്ക് എനി മോർ ഉപയോഗിക്കാം. ഈ രണ്ട് എക്സ്പ്രഷനും സെന്റൻസിന്റെ അവസാനമാണ് വരുന്നത്. സിമ്പിൾ പ്രസന്റ് ടെൻസ് ആണ് നമ്മൾ ഈ സെന്റൻസസിൽ യൂസ് ചെയ്യുന്നത്. നമ്മൾ ഉപയോഗിക്കുന്നത് നെഗറ്റീവ് വെർബാണെന്ന് കൂടി ശ്രദ്ധിക്കണം. എനി ലോങ്ങർ എന്നതിന് ഇല്ല എന്നൊരർത്ഥമില്ല. ആ ഇല്ല എന്ന മീനിങ് കിട്ടുന്നതിന് വേണ്ടി അതിനു മുമ്പ് നമ്മൾ നോട്ട് എന്ന വാക്കുകൂടി യൂസ് ചെയ്യണം. ഷീ ഡസൻ വർക്ക് ഹിയർ എനി ലോങ്ങർ. അതിനർത്ഥം ഇപ്പോഴിവിടെ ജോലി ചെയ്യുന്നില്ല, നേരത്തെ ഇവിടെ ജോലി ചെയ്തിരുന്നു എന്നാണ്. ഷീ ഡസൻ വർക്ക് ഹിയർ നൗ എന്ന് പറയുമ്പോഴോ അതിനർത്ഥം ഇപ്പോഴിവിടെ ജോലി ചെയ്യുന്നില്ല, നേരത്തെ ചെയ്തിട്ടുണ്ടോ ഇല്ലയോ എന്ന് വ്യക്തമല്ല. നൗ എന്ന ടൈം എക്സ്പ്രഷൻ നിലവിലുള്ള ഒരു കാര്യത്തിനെ കുറിച്ച് മാത്രമാണ് പറയുന്നത്. നേരത്തെ എന്തായിരുന്നു സ്ഥിതി എന്ന് നമുക്ക് അറിയില്ല. പക്ഷെ എനി ലോങ്ങർ അല്ലെങ്കിൽ എനി മോർ ഉപയോഗിക്കുമ്പോൾ നേരത്തെ ഉണ്ടായിരുന്ന സാഹചര്യം ഇപ്പോൾ നിലവിലില്ല എന്നാണ് അർത്ഥം. ഷീ ഡസൻ വർക്ക് ഹിയർ എനി ലോങ്ങർ അല്ലെങ്കിൽ എനി മോർ. ഇത് തന്നെ നമുക്ക് മറ്റൊരു രീതിയിലും പറയാം. ഷീ യൂസ് ടു വർക്ക് ഹിയർ. അതിനർത്ഥം അവൾ നേരത്തെ ഇവിടെ ജോലി ചെയ്തിരുന്നു എന്ന് തന്നെയാണ്. ഇപ്പോൾ ഇല്ല, നേരത്തെ പക്ഷെ ചെയ്തിരുന്നു. ഷീ യൂസ് ടു വർക്ക് ഹിയർ. ഇവിടെ ഈ രണ്ട് സെന്റൻസും ഒരുമിച്ച് ഉപയോഗിക്കണമെന്ന നിർബന്ധമില്ല, പക്ഷെ പലപ്പോഴും പലരും അങ്ങനെ ചെയ്യാറുണ്ട്. ഷീ യൂസ് ടു വർക്ക് ഹിയർ എന്ന് പറഞ്ഞാൽ തന്നെ അതിനർത്ഥം നേരത്തെ ജോലി ചെയ്തിരുന്നു, ഇപ്പൊ ചെയ്യുന്നില്ല എന്നാണ്. ഷീ ഡസൻ വർക്ക് ഹിയർ എനിമോർ എന്ന് പറയുമ്പോഴും അതേ അർത്ഥം തന്നെയാണ്. നേരത്തെ ഇവിടെ ജോലി ചെയ്തിരുന്നു, ഇപ്പൊ ഇവിടെ ചെയ്യുന്നില്ല. ഇനി എനി ലോങ്ങറിന് പകരം അല്ലെങ്കിൽ എനി മോറിന് പകരം നമുക്ക് നോ ലോങ്ങർ ഉപയോഗിക്കാം. നോ മോർ ഉപയോഗിക്കരുത്. നോ ലോങ്ങർ ഒരു നെഗറ്റീവ് എക്സ്പ്രഷൻ ആണ്. അതുകൊണ്ട് തന്നെ പിന്നെ അതിന്റെ കൂടെ നമ്മൾ നോട്ട് ഉപയോഗിക്കുന്നില്ല. ഷീ നോ ലോങ്ങർ വർക്ക്സ് ഹിയർ. ആ സെന്റൻസിന്റെ അതേ അർത്ഥമാണ് ഷീ ഡസൻ വർക്ക് ഹിയർ എനി മോർ അല്ലെങ്കിൽ എനി ലോങ്ങർ എന്ന് പറയുമ്പോഴും നമുക്ക് ലഭിക്കുന്നത്.
നോ ലോങ്ങർ ഒരു നെഗറ്റീവ് എക്സ്പ്രഷൻ ആണ്. പിന്നെ ആ സെന്റൻസിൽ മറ്റൊരു നോട്ട് ഉപയോഗിക്കരുത്. എനി ലോങ്ങർ, എനി മോർ നെഗറ്റീവ് എക്സ്പ്രഷൻസ് അല്ല. അതുകൊണ്ട് തന്നെ അത് ഉപയോഗിക്കുമ്പോൾ പിന്നെ ആ സെന്റൻസിൽ നമ്മൾ ആദ്യം നോട്ട് ഉപയോഗിക്കേണ്ടതുണ്ട്. പൊതുവേ നമ്മൾ സിമ്പിൾ പ്രസന്റ് ടെൻസ് ആണ് ഈ സെന്റൻസസിൽ യൂസ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഡസൻറ്റ് അല്ലെങ്കിൽ ഡോണ്ട് ഈ വേർബ്സ് ആണ് നമ്മൾ നോർമലി ഈ സെന്റൻസസിൽ യൂസ് ചെയ്യുന്നത്. നോ ലോങ്ങർ വരുന്നത് വെർബിന്, മെയിൻ വെർബിന് മുന്നിലായിട്ടാണ്. എനി ലോങ്ങറും എനി മോറും സെന്റൻസിന്റെ അവസാനമാണ് വരുന്നത്. അതുകൂടി ശ്രദ്ധിക്കണം. ഷീ നോ ലോങ്ങർ വർക്ക്സ് ഹിയർ അല്ലെങ്കിൽ ഷീ ഡസൻ വർക്ക് ഹിയർ എനി ലോങ്ങർ അല്ലെങ്കിൽ എനി മോർ. ഈ 3 സെന്റൻസിന്റെയും അർത്ഥം ഒന്ന് തന്നെയാണ്. ഞങ്ങൾ ഇപ്പോൾ നല്ല സുഹൃത്തുക്കളല്ല. നേരത്തെ ആയിരുന്നു, ഇപ്പോൾ അല്ല. അതാണ് നമുക്ക് പറയേണ്ടത്. ഇപ്പോൾ അല്ല എന്ന് മാത്രം പറയണമെങ്കിൽ വി ആർ നോട്ട് ഗുഡ് ഫ്രണ്ട്സ് നൗ എന്ന് പറഞ്ഞാൽ മതി. നൗ എന്നതിന് ഇപ്പോൾ എന്ന അർത്ഥമാണ്. പക്ഷെ നേരത്തെ ആയിരുന്നു, ഇപ്പോൾ അല്ല എന്ന് പറയുന്നതിന് വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന നൗ അല്ല. അതിന് പകരം നമുക്ക് എനി ലോങ്ങർ, നോ ലോങ്ങർ, എനി മോർ അതുപോലുള്ള എന്തെങ്കിലും ഒരു എക്സ്പ്രഷൻ യൂസ് ചെയ്യണം. വി ആർ നോ ലോങ്ങർ ഗുഡ് ഫ്രണ്ട്സ്. ഞങ്ങൾ ഇപ്പോൾ നല്ല സുഹൃത്തുക്കളല്ല, നേരത്തെ ആയിരുന്നു. അതാണ് സെന്റൻസിന് അർത്ഥം. വി ആർ ഇൻ ഗുഡ് ഫ്രണ്ട്സ് എനി മോർ അല്ലെങ്കിൽ എനി ലോങ്ങർ. 2 സെന്റൻസിനും ഒരേ അർത്ഥം തന്നെയാണ്. നോ ലോങ്ങർ നമ്മൾ ഓക്സിലറി വെർബായ ആറിന് ശേഷമാണ് ഉപയോഗിക്കുന്നത്. ഓക്സിലറി വെർബ്സിന് ശേഷവും മെയിൻ വെർബിന് മുന്നിലും. അതാണ് അതിന്റെ പൊസിഷൻ. എനി ലോങ്ങറും എനി മോറും നമ്മൾ സെന്റൻസിന്റെ അവസാനമാണ് ഉപയോഗിക്കുന്നത്. വി ആർ ഇൻ ഗുഡ് ഫ്രണ്ട്സ് എനി മോർ. ഞങ്ങൾ ഇപ്പോൾ നല്ല സുഹൃത്തുക്കളല്ല, നേരത്തെ ആയിരുന്നു. ഞാൻ ഇപ്പോൾ മാംസം കഴിക്കാറില്ല. ഇതിനർത്ഥം നേരത്തെ കഴിച്ചിരുന്നു, ഇപ്പൊ കഴിക്കാറില്ല. അതാണ് പറയേണ്ടത്. ഇത് നമുക്ക് 2 രീതിയിൽ പറയാം. ഐ യൂസ് ടു ഈറ്റ് മീറ്റ് ഏർലിയർ. അതിനർത്ഥം ഞാൻ നേരത്തെ മാംസം കഴിച്ചിരുന്നു. ഐ യൂസ് ടു ഈറ്റ് മീറ്റ്. ഞാൻ കഴിച്ചിരുന്നു, ഇപ്പൊ കഴിക്കാറില്ല. യൂസ് ടു നമ്മൾ ഉപയോഗിക്കുന്ന പാസ്റ്റിൽ ചെയ്തിരുന്ന കാര്യങ്ങളെ കുറിച്ച് പറയാനാണ്. അതിനർത്ഥം ഇപ്പോൾ ആ സിറ്റുവേഷൻ മാറിയിട്ടുണ്ട് എന്ന് തന്നെയാണ്. ഐ യൂസ് ടു ഈറ്റ് മീറ്റ് എന്ന് പറയുമ്പോൾ ഞാൻ നേരത്തെ മാംസം കഴിച്ചിരുന്നു, പക്ഷെ ഇപ്പൊ കഴിക്കാറില്ല എന്നാണ്. ഇത് തന്നെ നമുക്ക് എനി ലോങ്ങർ ഉപയോഗിച്ച്, എനി മോർ ഉപയോഗിച്ച്, നോ ലോങ്ങർ ഉപയോഗിച്ച് എല്ലാം പറയാം. അങ്ങനെ പറയുമ്പോൾ നമുക്കിത് ഇങ്ങനെയാണ് കിട്ടുക. ഐ നോ ലോങ്ങർ ഈറ്റ് മീറ്റ് അല്ലെങ്കിൽ ഐ ഡോണ്ട് ഈറ്റ് മീറ്റ് എനി ലോങ്ങർ. ഐ ഡോണ്ട് ഈറ്റ് മീറ്റ് എനി ലോങ്ങർ അല്ലെങ്കിൽ എനി മോർ. ഈ 3 സെന്റൻസിന്റെയും അർത്ഥം ഒന്ന് തന്നെയാണ്. ഐ യൂസ് ടു ഈറ്റ് മീറ്റ് എന്ന് പറയുമ്പോൾ നേരത്തെ കഴിച്ചിരുന്നു, ഇപ്പൊ കഴിക്കാറില്ല എന്ന് തന്നെയാണ് അതിനർത്ഥം. ഐ നോ ലോങ്ങർ ഈറ്റ് മീറ്റ് എന്ന് പറഞ്ഞാലും ഇതേ അർത്ഥം തന്നെയാണ്. മുമ്പ് കഴിച്ചിരുന്നു, ഇപ്പോൾ കഴിക്കുന്നില്ല. എനിക്ക് നേരത്തെ വിശപ്പുണ്ടായിരുന്നു. ഐ വാസ് ഹംഗ്രി ഏർലിയർ. നമുക്ക് വിശപ്പുണ്ട് എന്ന് പറയുന്നതിന് ഐ ആം ഹംഗ്രി എന്ന് പറയുക. വിശപ്പ് ഉണ്ടായിരുന്നു എന്ന് പറയുന്നതിന് ഐ വാസ് ഹംഗ്രി എന്ന് പറയാം. ഐ ഹാവ് ഹങ്കർ എന്ന് പറയരുത്. മലയാളത്തിൽ നിന്ന് നമ്മൾ ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യുമ്പോൾ പലപ്പോഴും എനിക്ക് വിശപ്പുണ്ട് എന്നതിന് ഐ ഹാവ് ഹങ്കർ എന്ന് പറയണമെന്ന് തോന്നും. അങ്ങനെ പറയരുത്. ഇംഗ്ലീഷിൽ ഇത് പറയുന്നത് ഐ ആം ഹംഗ്രി എന്നാണ്. ഐ ആം ഹംഗ്രി, എനിക്ക് വിശപ്പുണ്ട്. ഐ വാസ് ഹംഗ്രി, എനിക്ക് വിശപ്പുണ്ടായിരുന്നു. ഐ ഹാവ് ഹങ്കർ എന്ന് പറയരുത്. അപ്പൊ എനിക്ക് നേരത്തെ വിശപ്പുണ്ടായിരുന്നു. ഐ വാസ് ഹംഗ്രി ഏർലിയർ, നേരത്തെ. പക്ഷേ ഇപ്പോൾ എനിക്ക് വിശക്കുന്നില്ല. ഇവിടെയും നമ്മൾ പറയുന്നത് ഒരു ചേഞ്ചിനെ കുറിച്ചാണ്. നേരത്തെ വിശപ്പുണ്ടായിരുന്നു, പക്ഷെ ആ ഒരു അനുഭവം ഇപ്പൊ എനിക്കില്ല. ആ സിറ്റുവേഷൻ മാറിയിരിക്കുന്നു. ഐ വാസ് ഹംഗ്രി ഏർലിയർ ബട്ട് ഐ ആം നോട്ട് ഹംഗ്രി എനി മോർ അല്ലെങ്കിൽ എനി ലോങ്ങർ. അല്ലെങ്കിൽ നമുക്കിത് ഇങ്ങനെയും പറയാം. ബട്ട് ഐ ആം നോ ലോങ്ങർ ഹംഗ്രി. നോ ലോങ്ങർ ഉപയോഗിക്കുമ്പോൾ പിന്നെ ആ സെന്റൻസിൽ മറ്റൊരു നോട്ട് ഉപയോഗിക്കരുത്. നോട്ട് എനി ലോങ്ങറിന് പകരമായിട്ടാണ് നമ്മൾ നോ ലോങ്ങർ ഉപയോഗിക്കുന്നത്. ഇവിടെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം, നോ ലോങ്ങറിന് പകരം നോ മോർ ഉപയോഗിക്കരുത്. എനി ലോങ്ങറിന് പകരം നമുക്ക് എനി മോർ ഉപയോഗിക്കാം. പക്ഷെ നോ ലോങ്ങറിന് പകരം നോ മോർ ഉപയോഗിക്കരുത്. ഷീസ് നോ മോർ എന്ന് പറഞ്ഞാൽ അവൾ ഇപ്പോൾ ജീവിച്ചിരിപ്പില്ല എന്നാണ്. അതുകൊണ്ട് ആ എക്സ്പ്രഷൻ ഇവിടെ യൂസ് ചെയ്യരുത്. സെന്റൻസിന്റെ നടുവിൽ വരുന്ന സമയത്ത് നോ ലോങ്ങർ ഉപയോഗിക്കുക. ഐ ആം നോ ലോങ്ങർ ഹംഗ്രി അല്ലെങ്കിൽ ഐ ആം നോട്ട് ഹംഗ്രി എനി മോർ. എനി ലോങ്ങർ എന്നും പറയാം. ഇതുപോലെ തന്നെ നമുക്ക് പലപ്പോഴും കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന മറ്റു ചില എക്സ്പ്രഷൻസ് ആണ് നോ, നത്തിങ്, നൺ. അതിന്റെ കൂടി കറക്റ്റ് യൂസ് ഈ ലെസണിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. അവന്റെ വീട് കണ്ടുപിടിക്കാൻ ഞങ്ങൾക്ക് വിഷമം ഉണ്ടായില്ല. നമുക്കൊരു കാര്യം ചെയ്യാൻ വിഷമം ഉണ്ടായി അല്ലെങ്കിൽ ഉണ്ടായില്ല എന്ന് പറയുന്നതിന് നമുക്ക് ഉപയോഗിക്കാവുന്ന ഒരു സ്ട്രക്ചറാണ് ഹാവ് ഡിഫിക്കൽറ്റി അല്ലെങ്കിൽ ഹാവ് ട്രബിൾ. ഇത് രണ്ടായാലും അതിനുശേഷം വരുന്നത് ING ഫോം ആണെന്ന് ഓർത്തിരിക്കണം. അപ്പൊ നമുക്ക് വിഷമം ഉണ്ടായി എന്ന് പറയാൻ ഐ ഹാവ് ഡിഫിക്കൽറ്റി എന്നാണ് പറയാൻ. വിഷമം ഉണ്ടായിരുന്നു എന്ന് പറയാൻ ഐ ഹാഡ് ഡിഫിക്കൽറ്റി എന്ന് പറയാം. ഉണ്ടായില്ല എന്ന് പറയുമ്പോഴോ അങ്ങനെ നമുക്ക് പറയണമെങ്കിൽ നമുക്ക് നോ ഉപയോഗിക്കാം അല്ലെങ്കിൽ ഡിഡിൻറ്റ് ഹാവ് ഉപയോഗിക്കാം. അവന്റെ വീട് കണ്ടുപിടിക്കാൻ ഞങ്ങൾക്ക് വിഷമം ഉണ്ടായില്ല. വിഷമം ഉണ്ടായി എന്ന് പറയണമെങ്കിൽ നമ്മൾ ഇങ്ങനെ പറയാം. വി ഹാഡ് ഡിഫിക്കൽറ്റി ഫൈൻഡിങ് ഹിസ് ഹൗസ്.
വി ഹാഡ് ഡിഫിക്കൽട്ടി ഫൈൻഡിങ് ഹിസ് ഹൗസ്. അതിനർത്ഥം അവന്റെ വീട് കണ്ടുപിടിക്കാൻ ഞങ്ങൾക്ക് വിഷമം ഉണ്ടായി എന്നാണ്. ഡിഫിക്കൽട്ടിക്ക് ശേഷം നമ്മൾ ഉപയോഗിക്കുന്ന ING ഫോം ആണ് ഫൈൻഡിങ് എന്നാണ് പറഞ്ഞത്. ഇനി വിഷമം ഉണ്ടായില്ല എന്ന് പറയണമെങ്കിൽ നമുക്ക് വി ഹാഡ് നോ ഡിഫിക്കൽട്ടി എന്ന് പറയാം, അല്ലെങ്കിൽ വി ഡിഡിൻറ്റ് ഹാവ് ഡിഫിക്കൽട്ടി എന്നും പറയാം. വി ഹാഡ് നോ ഡിഫിക്കൽട്ടി ഫൈൻഡിങ് ഹിസ് ഹൗസ്. നോ ട്രബിൾ എന്നും പറയാവുന്നതാണ്. ഡിഫിക്കൽട്ടിക്ക് പകരം നമുക്ക് ട്രബിൾ ഉപയോഗിക്കാം. രണ്ടായാലും ഡിഫിക്കൽട്ടി ആയാലും ട്രബിൾ ആയാലും അതിനുശേഷം പിന്നെ ING ഫോം തന്നെ വേണം ഉപയോഗിക്കാൻ. അത് ശ്രദ്ധിക്കണം. വി ഹാഡ് നോ ട്രബിൾ ഫൈൻഡിങ് ഹിസ് ഹൗസ്. ഇവിടെ നോട്ട് അല്ല ഉപയോഗിച്ചത്, നോ ആണ് ഉപയോഗിച്ചത് എന്ന് കൂടി ശ്രദ്ധിക്കണം. വി ഹാഡ് ട്രബിൾ എന്നത് സിമ്പിൾ പാസ്റ്റ് ടെൻസിൽ വരുന്ന ഒരു സെന്റൻസ് ആണ്. സിമ്പിൾ പാസ്റ്റ് ടെൻസിൽ നമ്മൾ നെഗറ്റീവ് ഉണ്ടാക്കാൻ ഡിഡിൻറ്റ് ആണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് വി ഹാഡിൻറ്റ് ട്രബിൾ എന്ന് പറയരുത്, വി ഹാഡ് നോട്ട് ട്രബിൾ എന്ന് പറയാം, വി ഹാഡ് നോട്ട് ട്രബിൾ എന്ന് പറയരുത്. അതിനു പകരം നമ്മൾ പറയുന്നത് വി ഡിഡിൻ ഹാവ് ട്രബിൾ എന്നാണ്. വി ഡിഡിൻ ഹാവ് ട്രബിൾ ഫൈൻഡിങ് ഹിസ് ഹൗസ്. അവന്റെ വീട് കണ്ടുപിടിക്കാൻ ഞങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടായില്ല. ഒരു ബുദ്ധിമുട്ടും ഉണ്ടായില്ല എന്ന് പറയുന്നതിന് വേണ്ടി എനി ട്രബിൾ എന്ന് പറയാം. വി ഡിഡിൻറ്റ് ഹാവ് എനി ഡിഫിക്കൽട്ടി ഫൈൻഡിങ് ഹിസ് ഹൗസ്, അല്ലെങ്കിൽ വി ഹാഡ് നോ ട്രബിൾ ഫൈൻഡിങ് ഹിസ് ഹൗസ്. ഹാഡിന് ശേഷം ഉപയോഗിക്കുന്നത് നോട്ട് അല്ല, നോ ആണ്. അതിന് പകരം നമുക്ക് ഡിഡിൻറ്റ് ഹാവ് എന്നും പറയാം. വി ഡിഡിൻറ്റ് ഹാവ് എനി ട്രബിൾ ഫൈൻഡിങ് ഹിസ് ഹൗസ്. ഡിഡിൻറ്റ് ഹാവിന് ശേഷം പിന്നെ നോ ഉപയോഗിക്കരുത്. അതിന് പകരം നമ്മൾ ഉപയോഗിക്കുന്നത് എനിയാണ്. നോട്ട് എനിയാണ് നോ. അതെപ്പോഴും ശ്രദ്ധിക്കണം. ഒരു കടയും തുറന്നിട്ടില്ല. ഇത് നമുക്ക് പല രീതിയിൽ പറയാം. നൺ ഓഫ് ദ ഷോപ്സ് ആർ ഓപ്പൺ എന്ന് പറയാം, നോ ഷോപ്പ് ഈസ് ഓപ്പൺ എന്ന് പറയാം, ദർ ആർ നോ ഷോപ്സ് ഓപ്പൺ എന്നും പറയാം. ദർ ആർ നോ ഷോപ്സ് ഓപ്പൺ. തുറന്നിരിക്കുന്ന ഒരു കടയും ഇല്ല എന്നാണ് ഇതിനർത്ഥം. ദർ ആർ നോ ഷോപ്സ് ഓപ്പൺ. നോ ഷോപ്സിന് പകരം നമുക്ക് ദർ ആറിൻറ്റ് എനി ഷോപ്സ് എന്നും പറയാം. നോട്ട് എനി ആണ് നോ. ദർ ആറിൻറ്റ് എനി ഷോപ്സ് ഓപ്പൺ. നൺ ഓഫ് ദ ഷോപ്സ് ആർ ഓപ്പൺ. ഈ മൂന്ന് സെന്റൻസിന്റെയും അർത്ഥം ഒന്ന് തന്നെയാണ്. ദർ ആർ നോ ഷോപ്സ് ഓപ്പൺ, ദർ ആർ ഇൻ എനി ഷോപ്സ് ഓപ്പൺ, അല്ലെങ്കിൽ നൺ ഓഫ് ദ ഷോപ്സ് ആർ ഓപ്പൺ. ഒരു കടയും തുറന്നിരിപ്പില്ല. നൺ ഓഫ് ദ ഷോപ്സ്. നൺ ഓഫിന് ശേഷം നമുക്ക് ഉപയോഗിക്കുന്നത് പ്ലൂരൽ നൗൺ ആണ്. വെർബ് സിംഗുലറും ആവാം പ്ലൂരലും ആവാം. എത്ര പണം ഉണ്ട് നിന്റെ കയ്യിൽ? പണം അൺകൗണ്ടബിൾ ആണ് ഇംഗ്ലീഷിൽ. അതുകൊണ്ട് എത്ര പണം എന്ന് പറയുന്നതിന് ഹൗ മെനി മണി എന്നല്ല പറയുന്നത്, ഹൗ മച്ച് മണി എന്നാണ്. എത്ര പണമുണ്ട് നിന്റെ കയ്യിൽ, അല്ലെങ്കിൽ നിന്റെ കൈവശം എത്ര പണമുണ്ട്? ഹൗ മച്ച് മണി ഡു യു ഹാവ്? സിമ്പിൾ പ്രസന്റ് ടെൻസിലുള്ള ക്വസ്റ്റ്യൻ ആണിത്. അതുകൊണ്ടാണ് നമ്മൾ ഡു ഉപയോഗിക്കുന്നത്. ഇപ്പം എൻ്റെ കയ്യിൽ 100 രൂപയുണ്ടെന്ന് പറയണമെങ്കിൽ നമ്മൾ പറയുക ഐ ഹാവ് 100 റുപ്പീസ് എന്നാണ്. ഐ ഹാവ് 100 റുപ്പീസ് എന്നത് സിമ്പിൾ പ്രസന്റ് ടെൻസിലാണ്. തനിച്ച് നിൽക്കുന്ന ഹാവ് സിമ്പിൾ പ്രസന്റ് ടെൻസിലാണ് ഉപയോഗിക്കുന്നത്. ഹാവിന് ശേഷം V3 വരുമ്പോൾ മാത്രമാണ് ആ സെന്റൻസ് പ്രസന്റ് പെർഫെക്റ്റിലാവുന്നത്. അത് ശ്രദ്ധിക്കണം. ഐ ഹാവ് 100 റുപ്പീസ് എന്ന് പറയുന്നത് സിമ്പിൾ പ്രസന്റ് ടെൻസിലാണ്. അതിന്റെ ക്വസ്റ്റ്യൻ ഉണ്ടാക്കാൻ നമ്മൾ ഉപയോഗിക്കുന്ന ഡു ആണ്. സിംഗുലർ സബ്ജക്റ്റ് ആണെങ്കിൽ നമ്മൾ ഡസ് ഉപയോഗിക്കും. അപ്പൊ നിന്റെ കയ്യിൽ എത്ര പണം ഉണ്ട് എന്ന് ചോദിക്കുന്നത് ഹൗ മച്ച് മണി ഡു യു ഹാവ് എന്നാണ്. അല്ലെങ്കിൽ നമുക്ക് ഹൗ മച്ച് മണി ഹാവ് യു ഗോട്ട് എന്നും ചോദിക്കാം. ഡു യു ഹാവിന് പകരം ഹാവ് യു ഗോട്ട് ഉപയോഗിക്കാം. രണ്ടിന്റെയും അർത്ഥം ഒന്ന് തന്നെയാണ്. ഹൗ മച്ച് മണി ഡു യു ഹാവ്? ഒന്നുമില്ലെങ്കിൽ നമ്മൾ പറയുന്നത് നത്തിങ് എന്നല്ല, നൺ എന്നാണ്. നൺ, ഒന്നുമില്ല എന്നർത്ഥം. ഐ ഡോണ്ട് ഹാവ് എനി മണി, അതാണ് അതിനർത്ഥം. ഹൗ മച്ച് മണി ഡു യു ഹാവ്? നൺ. ഐ ഡോണ്ട് ഹാവ് എനി മണി. ഒരു പണവും എൻ്റെ കയ്യിലില്ല. ഈ ഉത്തരങ്ങൾ ഒന്നും ശരിയല്ല. ഒന്നും ശരിയല്ല എന്ന് പറയുമ്പോൾ നൺ ഓഫ് എന്ന് വെച്ച് നമുക്ക് ആ സെന്റൻസ് തുടങ്ങാം. നൺ ഓഫ് ദീസ് ആൻസേഴ്സ് ആർ കറക്റ്റ്, അല്ലെങ്കിൽ നൺ ഓഫ് ദീസ് ആൻസേഴ്സ് ഈസ് കറക്റ്റ്. നൺ ഓഫിന് ശേഷം നമുക്ക് സിംഗുലർ വെർബും യൂസ് ചെയ്യാം, പ്ലൂറൽ വെർബും യൂസ് ചെയ്യാം. നൺ ഓഫിന് ശേഷം വരുന്ന നൗൺ അല്ലെങ്കിൽ പ്രൊനൗൺ അത് പ്ലൂറൽ ആണ് എന്ന് കൂടി ശ്രദ്ധിക്കണം. നൺ ഓഫ് ദീസ് ആൻസേഴ്സ് ആർ കറക്റ്റ്. നൺ ഓഫ് ദിസ് ആൻസർ എന്ന് പറയരുത്, നൺ ഓഫ് ദീസ് ആൻസേഴ്സ്. പ്ലൂറൽ എക്സ്പ്രഷൻ ആണ് നമ്മൾ നൺ ഓഫിന് ശേഷം ഉപയോഗിക്കുന്നത്. ഇത് തന്നെ നമുക്ക് ഓൾ ഉപയോഗിച്ച് പറയാം. അങ്ങനെ പറയുമ്പോൾ നമുക്ക് കിട്ടുക ഓൾ ഓഫ് ദീസ് ആൻസേഴ്സ് ആർ റോങ് എന്നാണ്. എന്താണ് സംഭവിച്ചത്? വാട്ട് ഹാപ്പൻഡ്? ഒന്നുമില്ല. ഒന്നുമില്ല എന്ന് പറയുമ്പോൾ ഒന്നും സംഭവിച്ചില്ല എന്ന് പറയുന്നതിന് വേണ്ടിയാണ് നത്തിങ് എന്ന് പറയുന്നത്. ഇവിടെ നൺ അല്ല നമ്മൾ ഉപയോഗിക്കുന്നത്. വാട്ട് ഹാപ്പൻഡ്? നത്തിങ്. ഒന്നും സംഭവിച്ചില്ല. എന്താണ് സംഭവിക്കാൻ പോകുന്നത്? വാട്ട് ഈസ് ഗോയിങ് ടു ഹാപ്പൻ? വാട്ട് ഈസ് ഗോയിങ് ടു ഹാപ്പൻ? എന്താണ് സംഭവിക്കാൻ പോകുന്നത്? ആർക്കും അറിയില്ല. നോബഡി നോസ്. ആർക്കും അറിയില്ല എന്ന അർത്ഥത്തിലാണ് നോബഡി എന്ന് പറയുന്നത്. പിന്നെ അവിടെ നമ്മൾ ഉപയോഗിക്കുന്നത് അഫർമേറ്റീവ് ആയ ഒരു വെർബാണ്. നോബഡി ഡസൻ നോ എന്ന് പറയില്ല. നോബഡി തന്നെ നെഗറ്റീവായ ഒരു വാക്കാണ്. പിന്നെ ആ സെന്റൻസിൽ മറ്റൊരു നോട്ട് അവിടെ യൂസ് ചെയ്യരുത്.
ഒരു ക്ലോസിൽ ഒരു നെഗറ്റീവ് എക്സ്പ്രഷനെ നിങ്ങൾ ഉപയോഗിക്കാൻ പാടുള്ളൂ. നോബഡി, നൺ, നോ, നോട്ട് ഇതെല്ലാം നെഗറ്റീവ് വാക്കുകളാണ്. അതുകൊണ്ട് തന്നെ ഇവയെല്ലാം ഒരുമിച്ച് ഒരു സെന്റൻസിൽ ഉപയോഗിക്കരുത്. നോബഡി നോസ്, ആർക്കും അറിയില്ല. നീ എവിടെയാണ് പോകുന്നത്? വേർ ആർ യു ഗോയിങ്? എവിടെയുമില്ല. നോവർ, ഞാൻ ഇവിടെ ഇരിക്കുകയാണ്. ഐ എം സ്റ്റേയിങ് ഹിയർ. എവിടെയും അല്ല, എവിടെയും പോകുന്നില്ല എന്നതിന് നോവർ എന്ന് പറയാം. എവിടെയെങ്കിലും എന്ന അർത്ഥത്തിൽ നമുക്ക് സംവേർ ഉപയോഗിക്കാം. എനിവേറിന്റെ അർത്ഥവും എവിടെയെങ്കിലും എന്ന് തന്നെയാണ്. പക്ഷെ സംവേർ ഉപയോഗിക്കുന്ന അഫർമേറ്റീവ് സെന്റൻസസിലാണ്, എനിവേർ ഉപയോഗിക്കുന്നത് ക്വസ്റ്റ്യൻസിലും നെഗറ്റീവ് സെന്റൻസസിലുമാണ്. നോവർ എന്ന് പറയുമ്പോൾ എവിടെയും ഇല്ല എന്നാണ് അർത്ഥം. വേർ ആർ യു ഗോയിങ്? നോവർ, ഐ എം സ്റ്റേയിങ് ഹിയർ. ഞാൻ ഇവിടെ ഇരിക്കുകയാണ് അല്ലെങ്കിൽ ഇരിക്കാൻ പോവുകയാണ്, അതാണ് ഇതിനർത്ഥം. ഈ ഗ്രാമം ഉപേക്ഷിക്കപ്പെട്ടതാണ്. ദിസ് ഈസ് എൻ അബാൻഡൻഡ് വില്ലേജ് അല്ലെങ്കിൽ ദിസ് വില്ലേജ് ഈസ് അബാൻഡൻഡ്. ദിസ് ഇസ് എൻ അബാൻഡൻഡ് വില്ലേജ് അല്ലെങ്കിൽ ദിസ് വില്ലേജ് ഈസ് അബാൻഡൻഡ്. ഇത് ഉപേക്ഷിക്കപ്പെട്ടതാണ്. നോബഡി ലിവ്സ് ഹിയർ, ആരും ഇവിടെ താമസിക്കുന്നില്ല. നോബഡി ലിവ്സ് ഹിയർ. നോബഡിക്ക് ശേഷം നമ്മൾ ഉപയോഗിക്കുന്ന സിംഗുലർ വെർബാണ്, അത് ശ്രദ്ധിക്കണം. എനിബഡിക്ക് ശേഷവും നമ്മൾ ഉപയോഗിക്കുന്ന സിംഗുലർ വെർബാണ്. സംബഡിക്ക് ശേഷവും നമ്മൾ ഉപയോഗിക്കുന്നത് സിംഗുലർ വെർബാണ്. നോബഡി ലിവ്സ് ഹിയർ. ഞങ്ങൾക്ക് ചെയ്യാൻ ഒന്നുമില്ലായിരുന്നു. രണ്ട് രീതിയിൽ പറയാം. നത്തിങ് ഉപയോഗിച്ച് പറയാം, എനിത്തിങ് ഉപയോഗിച്ചും പറയാം. വി ഹാഡ് നത്തിങ് ടു ഡു. നത്തിങ് ഉപയോഗിക്കുമ്പോൾ പിന്നെ ആ സെന്റൻസിൽ മറ്റൊരു നോട്ട് വരുന്നില്ല. വി ഹാഡ് നത്തിങ് ടു ഡു. ഇത് തന്നെ നമുക്ക് ഹാഡ് എന്ന് പറയുമ്പോൾ ഇത് സിമ്പിൾ പാസ്റ്റ് ടെൻസിലുള്ള സെന്റൻസ് ആണ്. ഇവിടെ ഹാഡ് ആണ് മെയിൻ വെർബ്, മറ്റു വെർബ്സ് ഒന്നും ഈ സെന്റൻസിലില്ല. ഇങ്ങനെ ഹാസും ഹാവും ഹാഡും ആണ് ഒരു സെന്റൻസിലെ മെയിൻ വെർബ് എങ്കിൽ പിന്നെ അത് പ്രസന്റ് പെർഫെക്റ്റും പാസ്റ്റ് പെർഫെക്റ്റും ഒന്നും അല്ല. അതിന് പകരം സിമ്പിൾ പ്രസന്റും സിമ്പിൾ പാസ്റ്റും ആണ്. വി ഹാഡ് നത്തിങ് ടു ഡു. ഈ സെന്റൻസ് സിമ്പിൾ പാസ്റ്റ് ടെൻസിലാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് നെഗറ്റീവ് ഉണ്ടാക്കാൻ ഡിഡിൻറ്റ് ഹാവ് ഉപയോഗിക്കണം. വി ഡിഡിൻറ്റ് ഹാവ് എനിത്തിങ് ടു ഡു. വി ഡിഡിൻറ്റ് ഹാവ് എനിത്തിങ് ടു ഡു എന്ന് പറഞ്ഞാലും വി ഹാഡ് നത്തിങ് ടു ഡു എന്ന് പറഞ്ഞാലും ഒരേ അർത്ഥമാണ്. ഹാഡ് നത്തിങ് എന്നത് തന്നെയാണ് ഡിഡിൻറ്റ് ഹാവ് എനിത്തിങ് എന്നതുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. നോട്ട് എനിത്തിങ് ആണ് നത്തിങ്. ഞാൻ ഒന്നും പറഞ്ഞില്ല. ഐ ഡിഡിൻറ്റ് സേ എനിത്തിങ് അല്ലെങ്കിൽ ഐ സെഡ് നത്തിങ്. ഐ ഡിഡിൻറ്റ് സേ എനിത്തിങ് അല്ലെങ്കിൽ ഐ സെഡ് നത്തിങ്. നത്തിങ് തന്നെയാണ് നോട്ട് എനിത്തിങ് ആയി മാറുന്നത്. ഐ സെഡ് നത്തിങ് അല്ലെങ്കിൽ ഐ ഡിഡിൻറ്റ് സേ എനിത്തിങ്. ഞങ്ങൾക്ക് പോവാൻ ഒരിടവുമില്ല. അതെങ്ങനെയാ പറയുന്നത്? നമുക്ക് എവിടെയും പോവാനില്ല. വി ഹാവ്, എവിടെയുമില്ല. നോവർ, പോവാൻ, ടു ഗോ. വി ഹാവ് നോവർ ടു ഗോ. ഞങ്ങൾക്ക് പോവാൻ ഒരു ഇടവുമില്ല, ഒരു സ്ഥലവുമില്ല. വി ഹാവ് എന്ന് പറയുമ്പോൾ നമുക്ക് ഉണ്ട് എന്നാണ്. പക്ഷെ അതിനുശേഷം നോവർ വരുമ്പോൾ ഒരിടവും ഇല്ല എന്ന അർത്ഥമാണ് വരുന്നത്. നോവർ ഒരു നെഗറ്റീവ് വാക്കാണ്. പിന്നെ ഈ സെന്റൻസിൽ മറ്റൊരു നോ, നോട്ട് അതുപോലുള്ള നെഗറ്റീവ് വാക്കുകൾ ഉപയോഗിക്കരുത്. വി ഹാവ് നോവർ ടു ഗോ. ഇത് തന്നെ നമുക്ക് എനിവേർ ഉപയോഗിച്ചും പറയാം. വി ഡോണ്ട് ഹാവ് എനിവേർ ടു ഗോ. നോവർ തന്നെയാണ് നോട്ട് എനിവേർ എന്നത്. വി ഡോണ്ട് ഹാവ് എനിവേർ ടു ഗോ. ഇവിടെ ഡോണ്ട് അത് നിർബന്ധമായി ഉണ്ടായിരിക്കണം. വി ഹാവ് എനിവേർ ടു ഗോ എന്ന് പറഞ്ഞാൽ പോരാ. എനിവേർ ഒരു നെഗറ്റീവ് വാക്കല്ല. അപ്പൊ ഇല്ല എന്ന അർത്ഥം കിട്ടണമെങ്കിൽ അവിടെ ഒരു നെഗറ്റീവ് വേർഡ് വേണം. ഈ സെന്റൻസ് സിമ്പിൾ പ്രസന്റ് ടെൻസിലായത് കാരണം നമ്മളിവിടെ ഉപയോഗിക്കുന്ന നെഗറ്റീവ് ഉണ്ടാക്കാനായി ഉപയോഗിക്കുന്ന ഓക്സിലറി വെർബ് ഡു ആണ്. സബ്ജക്റ്റ് വി ആയത് കാരണമാണ് നമ്മൾ ഡു ഉപയോഗിക്കുന്നത്. അല്ലെങ്കിൽ നമ്മൾ ഡസ് ആണ് ഉപയോഗിക്കുമായിരുന്നത്. പിന്നെ അതിനെ നെഗറ്റീവ് ആക്കാനായി നമ്മൾ ആ ഡുവിന്റെ കൂടെ ഒരു നോട്ട് കൂടി ഉപയോഗിക്കുന്നുണ്ട്. വി ഡോണ്ട് ഹാവ് എനിവേർ ടു ഗോ. ഞങ്ങൾക്ക് പോവാൻ ഒരിടവുമില്ല. ആരും പരിപൂർണരല്ല. നോബഡി ഈസ് പെർഫെക്റ്റ് ആണോ? ക്വസ്റ്റ്യൻ ടാഗ്സിൽ നോബഡിക്ക് ശേഷം വരുന്നത് ദേ എന്ന പ്രൊനൗൺ ആണ്. നോബഡിക്ക് ശേഷം നമ്മൾ ഉപയോഗിച്ച വെർബ് സിംഗുലർ ആണ്. പക്ഷെ ടാഗ് ക്വസ്റ്റ്യനിൽ ഉപയോഗിക്കുന്നത് ആർ ആണ്. കാരണം ടാഗ് ക്വസ്റ്റ്യൻ അതിനുശേഷം വരുന്ന പ്രൊനൗണുമായി എഗ്രി ചെയ്യണം. നോബഡി ഈസ് പെർഫെക്റ്റ്. ആർ ദേ. ദേ ഒരു പ്ലൂറൽ പ്രൊനൗൺ ആണ്. അതുകൊണ്ട് തന്നെ അതിൻ്റെ കൂടെ നമുക്ക് ഈസ് ഉപയോഗിക്കാൻ സാധിക്കില്ല. അത് കാരണമാണ് നമ്മളവിടെ ആർ ഉപയോഗിക്കുന്നത്. നോബഡി എന്നതിന് ശേഷം വരുന്ന ക്വസ്റ്റ്യൻ ടാഗിൽ നമ്മൾ ഉപയോഗിക്കുന്ന പ്രൊനൗൺ എല്ലായ്പ്പോഴും ദേ ആണ്. നോബഡി ഈസ് പെർഫെക്റ്റ്. ആരും പെർഫെക്റ്റ് അല്ല. ആർ ദേ ആണോ? നിനക്ക് എത്ര സുഹൃത്തുക്കളുണ്ട്? സുഹൃത്തുക്കൾ എന്ന് പറയുമ്പോൾ ഫ്രണ്ട്സ്, അതൊരു പ്ലൂറൽ നൗൺ ആണ്. പ്ലൂറൽ നൗൺസിന്റെ കൂടെ നമ്മൾ ഉപയോഗിക്കുന്നത് മെനി ആണ്, മച്ച് അല്ല. എത്ര പണമുണ്ട് എന്ന് നേരത്തെ ചോദിക്കുമ്പോൾ നമ്മൾ പറഞ്ഞത് ഹൗ മച്ച് മണി ഡു യു ഹാവ് എന്നായിരുന്നു. ഇവിടെ എത്ര സുഹൃത്തുക്കൾ ഉണ്ട് എന്ന് ചോദിക്കുമ്പോൾ നമ്മൾ പറയുന്നത് ഹൗ മെനി ഫ്രണ്ട്സ് ഡു യു ഹാവ് എന്നാണ്. ഹൗ മെനി ഫ്രണ്ട്സ്, ഹൗ മച്ച് ഫ്രണ്ട്സ് അല്ല, ഹൗ മെനി ഫ്രണ്ടും അല്ല, ഹൗ മെനി ഫ്രണ്ട്സ് ഡു യു ഹാവ്. നിനക്ക് എത്ര സുഹൃത്തുക്കളുണ്ട്? ആരുമില്ല. നൺ. ഐ ഡോണ്ട് ഹാവ് എനി ഫ്രണ്ട്സ് എന്നർത്ഥം. ആരും ഇല്ല. ആരും ഇല്ല എന്ന അർത്ഥത്തിലാണ് നൺ ഉപയോഗിക്കുന്നത്. ഒന്നുമില്ല എന്ന അർത്ഥത്തിലാണ് നത്തിങ് ഉപയോഗിക്കുന്നത്. ആരും വന്നില്ല അല്ലെ? ഇതും ക്വസ്റ്റ്യൻ ടാഗ് ആണ്.
ആരും വന്നില്ല. നോ ബഡി കെയിം. പിന്നെ എന്തുപയോഗിക്കും? ഡിഡ് ദേ. ഡിഡ് എങ്ങനെയാണ് അവിടെ വന്നത്? ഡിഡ് അവിടെ വന്നത് എന്തുകൊണ്ടാണ്? കാരണം നോബഡി കെയിം എന്നത് സിമ്പിൾ പാസ്റ്റ് ടെൻസിലാണ്. കെയിം എന്നത് കം എന്ന വെർബിന്റെ V2 ആണ്. V2 ഉപയോഗിച്ച് നമ്മൾ ഉണ്ടാക്കുന്ന സിമ്പിൾ പാസ്റ്റ് ടെൻസ് ആണ്. സിമ്പിൾ പാസ്റ്റ് ടെൻസിൽ ക്വസ്റ്റ്യൻ ടാഗ് ഉണ്ടാക്കണമെങ്കിൽ നമ്മൾ ഡിഡ് എന്ന ഓക്സിലറി വെർബാണ് യൂസ് ചെയ്യുന്നത്. കാരണം സിമ്പിൾ പാസ്റ്റ് ടെൻസിൽ ക്വസ്റ്റ്യനോ നെഗറ്റീവോ ഉണ്ടാക്കുന്നത് ഡിഡ് ഉപയോഗിച്ചാണ്. ക്വസ്റ്റ്യൻ ടാഗിലും നമ്മൾ ഉപയോഗിക്കുന്ന അതേ ഓക്സിലറി തന്നെയാണ്. നോ ബഡി കെയിം, ഡിഡ് ദേ. ദേ ഉപയോഗിക്കാൻ കാരണം അറിയാമല്ലോ. നോ ബഡിക്ക് ശേഷം ക്വസ്റ്റ്യൻ ടാഗിൽ വരുന്നത് ദേ ആണ്. നോ ബഡി കെയിം, ഡിഡ് ദേ. ബസ് ഇല്ലായിരുന്നു, അതുകൊണ്ട് ഞങ്ങൾ വീട്ടിലേക്ക് നടന്നു. ബസ് ഇല്ലായിരുന്നു, ദർ വാസ് നോ ബസ്. അതുകൊണ്ട് സോ ഞങ്ങൾ വീട്ടിലേക്ക് നടന്നു. വി വാക്ക്ഡ് ഹോം. ദർ വാസ് നോ ബസ്, സോ വി വാക്ക്ഡ് ഹോം. വോക്കിന് ശേഷം അവിടെ ടു ഇല്ല. ദർ വാസ് നോ ബസ്, സോ വി വാക്ക്ഡ് ഹോം. ദർ വാസ് നോ ബസ്, സോ വി വാക്ക്ഡ് ഹോം. അതുകൊണ്ട് ഞങ്ങൾ വീട്ടിലേക്ക് നടന്നു. ഏത് ബസ്സിലും കയറാം. ഏതെങ്കിലും ഒരു പ്രത്യേക ബസ് വേണമെന്ന് നിർബന്ധമില്ല. ഏത് ബസ്സിലും കയറാം. ഇങ്ങനെ ഏതും എന്ന അർത്ഥത്തിലാണ് നമ്മൾ എനി ഉപയോഗിക്കുന്നത്. അപ്പൊ ഇവിടെ നിന്ന് ഇങ്ങനെ നമുക്ക് പറയാം, യു ക്യാൻ ടേക്ക് എനി ബസ്. ഏത് ബസ് വേണമെങ്കിലും നിനക്ക് പിടിക്കാം. എല്ലാം സിറ്റിയിലേക്ക് പോകുന്നതാണ്. ഓൾ ഓഫ് ദം ഗോ ടു ദ സിറ്റി. യു ക്യാൻ ടേക്ക് എനി ബസ്, ഓൾ ഓഫ് ദം ഗോ ടു ദ സിറ്റി, അല്ലെങ്കിൽ ദേ ഓൾ ഗോ ടു ദ സിറ്റി. ഓൾ ഓഫ് ദം എന്ന് പറഞ്ഞാലും ദേ ഓൾ എന്ന് പറഞ്ഞാലും ഒരേ അർത്ഥം തന്നെയാണ്. ഓൾ ഓഫ് ദം ഗോ ടു ദ സിറ്റി. നിനക്ക് എന്ത് പറ്റി? വാട്ട് ഹാപ്പൻ ടു യു? വാട്ട് ഹാപ്പൻ ടു യു? നത്തിങ്. ഒന്നും പറ്റിയില്ല. വാട്ട് ഹാപ്പൻ ടു യു? വാട്ട് ഹാപ്പൻഡ് എന്ന് ചോദിക്കുമ്പോൾ എന്ത് പറ്റി. നിനക്ക് എന്ത് പറ്റി എന്ന് ചോദിക്കണമെങ്കിൽ അവിടെ ടു യു എന്നൊരു എക്സ്പ്രഷൻ കൂടി ആഡ് ചെയ്യണം. വാട്ട് ഹാപ്പൻ ടു യു? നത്തിങ്. ഒന്നും പറ്റിയില്ല. എനിക്ക് നല്ല വിശപ്പുണ്ട്. ഐ എം വെരി ഹംഗ്രി, അല്ലെങ്കിൽ ഐ എം എക്സ്ട്രീംലി ഹംഗ്രി. ഞാൻ എന്തും കഴിക്കും. ഏതെങ്കിലും പ്രത്യേക ഭക്ഷണം തന്നെ വേണമെന്ന് നിർബന്ധമില്ല. എന്ത് കിട്ടിയാലും കഴിക്കും. ഐ വിൽ ഈറ്റ് എനിത്തിങ്. ഐ എം സോ ഹംഗ്രി, ഐ വിൽ ഈറ്റ് എനിത്തിങ്, അല്ലെങ്കിൽ ഐ കുഡ് ഈറ്റ് എനിത്തിങ്. ഐ കുഡ് എന്ന് പറയുമ്പോൾ ഞാൻ ഇവിടെ കഴിച്ചേനെ എന്നർത്ഥമാണ്. ഐ വിൽ ഈറ്റ് എന്ന് പറയുമ്പോൾ ഞാൻ കഴിക്കും എന്നർത്ഥം. ഐ കുഡ് ഈറ്റ് എന്ന് പറയുമ്പോൾ ഞാൻ കഴിച്ചേനെ, എന്ത് കിട്ടിയാലും ഞാൻ കഴിച്ചേനെ എന്ന അർത്ഥത്തിലാണ് നമ്മളിവിടെ കുഡ് ഉപയോഗിക്കുന്നത്. പരീക്ഷ നല്ല ബുദ്ധിമുട്ടായിരുന്നു. ദ എക്സാം വാസ് വെരി ഡിഫിക്കൽട്ട്. ആരും ജയിച്ചില്ല. നോ ബഡി പാസ്ഡ്. ദ എക്സാം വാസ് എക്സ്ട്രീംലി ഡിഫിക്കൽട്ട്, അല്ലെങ്കിൽ വെരി ഡിഫിക്കൽട്ട്. ആരും ജയിച്ചില്ല. നോ ബഡി പാസ്ഡ്. ഈ സെന്റൻസും സിമ്പിൾ പാസ്റ്റ് ടെൻസിലാണ്. നോ ബഡി പാസ്ഡ്. ആരും ജയിച്ചില്ല. പരീക്ഷ നല്ല എളുപ്പമായിരുന്നു. ദ എക്സാം വാസ് വെരി ഈസി. ആർക്കും ജയിക്കാൻ കഴിയുമായിരുന്നു. ആർക്കും, ഏതെങ്കിലും ഒരു പ്രത്യേക വ്യക്തി എന്ന അർത്ഥമില്ല. അതുകൊണ്ട് നമ്മളിവിടെ ഉപയോഗിക്കുന്നത് എനിബഡിയാണ്. എനിബഡി കുഡ് ഹാവ് പാസ്ഡ്. ദ എക്സാം വാസ് വെരി ഈസി. എനിബഡി കുഡ് ഹാവ് പാസ്ഡ്. എനിബഡിക്ക് പകരം നമുക്ക് എനിവൺ ഉപയോഗിക്കാം. എനിവൺ കുഡ് ഹാവ് പാസ്ഡ്. ആർക്ക് വേണമെങ്കിലും ജയിക്കാൻ കഴിയുമായിരുന്നു. അതാണ് ഇതിനർത്ഥം. ഈ ലെസൺ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരുന്നു എന്ന് കരുതുന്നു. നമ്മൾ എപ്പോഴും ഉപയോഗിക്കേണ്ടി വരുന്ന ചില ടൈം എക്സ്പ്രഷൻസ്, അതുപോലെ തന്നെ മറ്റ് അഡ്വേർബ്സ്, അതിന്റെ കറക്റ്റ് യൂസ് ആണ് ഇന്നത്തെ ക്ലാസ്സിൽ എക്സ്പ്ലെയിൻ ചെയ്തത്. ലെസൺ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. അതുപോലെ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്ത് കാണും. താങ്ക് യു ഫോർ വാച്ചിങ്.